കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിയ കൊലക്കേസ് പ്രതി പിടിയിൽ. ദൃശ്യകൊലക്കേസ് പ്രതി വിനീഷാണ് പിടിയിലായത്. വളരെ സാഹസികമായ പിടികൂടലാണ്. ഒരുപക്ഷെ 4 മാസമായി കേരള പോലീസിനെ ആകെ ചുറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കൊടും ക്രിമിനൽ, അതും ഒരു പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ഒരു ദൃശ്യ എന്ന 21-കാരിയെ കൊലപ്പെടുത്തിയ ഒരു പ്രതി. 2021 ഈ കൊലപാതകം നടക്കുന്നത്. ഇയാൾ പലകുറി ഈ ജയിൽ ചാട്ടം, അതായത് ആശുപത്രി ചാട്ടം നടത്തിയതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 10 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇയാൾ മാനസിക രോഗം പ്രകടിപ്പിച്ചുകൊണ്ട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡിസംബർ 10 എത്തുന്നു. 29 അർദ്ധരാത്രിയിലാണ് ഈ ചാട്ടം നടക്കുന്നത്. സെല്ലിൽ നിന്നും ചാടിപ്പോകുന്നു. പക്ഷേ CCTV ഉള്ള ഒരു പ്രദേശത്തും ഇയാളുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇയാൾ ഒരു സീസൺഡ് ക്രിമിനലാണ്, വളരെ കണ്ണിങ് ആണ് എന്ന് പോലീസ് വിലയിരുത്തുന്നത്. പോലീസ് ഇതേ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ ഒരു വഴിയിലും, അതായത് ദേശീയപാത ഉപയോഗിച്ചെങ്കിൽ, സംസ്ഥാന പാത ഉപയോഗിച്ചെങ്കിൽ ഏതെങ്കിലും കടകളുടെ CCTVയിലെങ്കിലും ഈ വിനീഷ് എന്ന ക്രിമിനൽ കുടുങ്ങുമായിരുന്നു. കുടുങ്ങിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് സൈബർ സെല്ലിലൂടെ അന്വേഷണം. പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വന്ന സിറ്റി പോലീസ് കമ്മീഷണർ ജയദേവ് ആ സ്ക്വാഡിനെ കൂടുതൽ വിപുലീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ കേസിന്റെ തുടരന്വേഷണം. ഇതിനിടയിൽ DGP രവതാ ചന്ദ്രശേഖർ നേരിട്ട് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നു. പക്ഷേ ഒടുവിൽ കിട്ടിയ വിവരം, കർണാടകത്തിന്റെ ഉൾനാടൻ ഗ്രാമത്തിൽ മഹാരാഷ്ട്ര അതിർത്തിയിൽ ചില ഹോട്ടലുകളിൽ ഇയാൾ ഉണ്ടായിരുന്നു എന്ന്. ഇതിനിടയിൽ ഇയാൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഇയാൾ മറ്റൊരു ഫോണിലേക്ക് വിളിച്ചതായുള്ള വിവരം, അതായത് പോലീസിന്റെ സർവേലൻസിൽ നിരവധി ഇയാളുമായി ബന്ധപ്പെട്ട ഇയാളുടെ ബന്ധുക്കളുടെയും മറ്റും ഫോണുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കോൾ വന്നു. അതിനെ പിന്തുടർന്ന് ഹൈടെക് സെല്ലും സൈബർ സെല്ലും ഈ കോഴിക്കോട് ക്രൈം സ്ക്വാഡും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ആ കൊണ്ടുപോകലിനൊടുവിലാണ് വളരെ നിർണായകമായ ഈ പിടുത്തം. വളരെ കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 29 കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും പിന്നിട്ട് ഏപ്രിലാണ് പിടിക്കുന്നത്. ആ ഏപ്രിൽ 12 പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും വൈകി കേരള പോലീസിനെ ചുറ്റിച്ച ഒരു കൊടും പ്രതിയെയാണ് ഈ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സിറ്റി ക്രൈം സ്ക്വാഡ് വളരെ കൃത്യമായി, ക്രൈം സ്ക്വാഡിന്റെ പ്രവർത്തനം, സിറ്റി പോലീസ്